ഉയർത്തുകയാണ്. നമുക്കെല്ലാവർക്കും ഇങ്ങനെ കടന്നു വരുവാൻ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. We are so blessed to have you all. ഇന്ന് നിങ്ങളെല്ലാവരും നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ഇങ്ങനെ ഒരു അവസരം ദൈവം നൽകിയതിന് ഞങ്ങൾ ഒരുമിച്ച് ഒരിക്കൽ കൂടി കർത്താവിനെ നന്ദി പറയുന്നു. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ട് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകളെ നമുക്ക് ആരംഭിക്കാം. എല്ലാവരും ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ കണ്ണുകളെ അടച്ച്, ഞങ്ങളുടെ പ്രിയ കർത്താവെ, ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കർത്താവെ എടുത്തു വരികയാണ്. അങ്ങയുടെ വലിയ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. തുടർന്നുള്ള സമയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ, അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം നൽകുമ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. അപ്പാ, ഈ ലോകത്തിൽ ഞങ്ങളുടെ ജീവിതം മറ്റാരേക്കാൾ നന്നായി അറിയുന്ന ഒരു കർത്താവിന്റെ സന്നിധിയിലാണ് ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറകളൊന്നുമില്ലാതെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുകയാണ്. ഞങ്ങളെ ഉള്ളതുപോലെ അങ്ങയുടെ കരങ്ങളിൽ തരികയാണ്. ഞങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ആരാധനയെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാട്ടുകൾ, ഞങ്ങളുടെ സ്തുതികൾ അത് അങ്ങേക്ക് സന്തോഷമുള്ളതാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞങ്ങളെ തരുന്നു. ആത്മാവിൽ പാടുവാൻ, സ്തുതിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർത്താട്ടെ. ഇത് കാണുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചാട്ടെ. യേശുവിന്റെ സ്നേഹത്തെ ധാരാളമായി അനുഭവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എൻ്റെ പ്രിയ സ്നേഹിതരെ, വീണ്ടും നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാൻ, നമ്മുടെ കർത്താവിന്റെ നാമം ഉയർത്താൻ ദൈവം നമുക്ക് ഒരു അവസരം കൂടി തന്നിരിക്കുകയാണ്. ഈ ജീവിതത്തിൽ ഈ കർത്താവിനെ പാടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് എന്താ പ്രയോജനം? ഇത്ര ശ്രേഷ്ഠനായ ഒരു കർത്താവിനെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ, പിൻപറ്റുവാൻ അവൻ നമുക്ക് നൽകിയ കൃപയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. തിരുവചനം പറയുന്നു, യൗവനത്തിൽ തന്നെ നിന്റെ സൃഷ്ടാവിനെ ഓർക്കുക. യെസ്, നമ്മെ നിർമ്മിച്ച നമ്മുടെ കർത്താവിനെ ഓർത്ത് നന്ദി പറയുവാനുള്ള ഒരു സമയമാണിത്. നമുക്ക് ഒരുമിച്ച് ആ കർത്താവിന്റെ സ്നേഹത്തെ ഒന്ന് പാടാം. കീർത്തനം പാടുവാനല്ലെങ്കിൽ മാവെനിക്കെന്തിനു നാഥ? അപദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ? ഈ ജീവിതമെന്തിനു നാഥ? കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ? അപദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ? ഈ ജീവിതമെന്തിനു നാഥ? കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പൂലരിയിൽ ഭൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റ്
തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. അകലെ ആകാശത്ത് വിരിയുന്ന താരതൻ മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാഖമാരുത്തു പാടാം. വാനമേഘങ്ങളിലൊടുവിൽ നീ എത്തുമ്പോൾ മാലാഖമാരുത്തു പാടാം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു. ഒരിക്കൽ കൂടി നമ്മെ തന്നെ സമർപ്പിച്ചു തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ. ഈ ജീവിതമെന്തിനു നാഥ. യേശു എൻ്റെ സ്നേഹിതൻ. യേശു എൻ്റെ പ്രാണപ്രിയൻ. യേശു എൻ്റെ സ്നേഹിതൻ. ഓ യേശു എൻ്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാണ്. ആമേൻ, ആമേൻ. ഇന്ന് ഒരിക്കൽ കൂടി ഒരു പക്ഷേ ഇന്നലത്തേക്കാൾ ഇന്ന് നമ്മുടെ കർത്താവിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അവൻ്റെ മാറോട്
ഒരല്പം കൂടി അടുത്തിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ഒരു ദൈവ പൈതലിന് ചിന്തിക്കുവാൻ പോലും കഴിയില്ല. നമ്മുടെ സന്തോഷം അവൻ്റെ സാന്നിധ്യമാണ്. നമ്മുടെ അനുഗ്രഹം യേശുവിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിൽ ഇന്ന് ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. സോ അവൻ്റെ സന്നിധിയിൽ ആ കർത്താവിൻ്റെ നാമത്തെ ഒരിക്കൽ കൂടി ഉയർത്താൻ. സോ we are called to praise God. നാം ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ വിളിക്കപ്പെട്ടവരാണ്. ആമേൻ. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മുടെ ശബ്ദം ഉയരട്ടെ, നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വലുതും ഭയങ്കരവുമായ നാമത്തെ നമുക്ക് ചേർന്ന് ഉയർത്താം. ആമേൻ. എല്ലാ പ്രശംസയും എല്ലാ പുകഴ്ചയും യേശുവിന്, എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും രാജാവിന്. ക്രൂശിൽ മരിച്ചവൻ ആരാധ്യനായവൻ ദൈവപുത്രൻ, വീണ്ടും വരുന്നവൻ രാജാതിരാജൻ വാഴുമവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ, പിൻഗമിക്കും നായകനെ ഞാൻ പിന്മാറാതെ. എന്നിൽ കനിഞ്ഞവനെ കാണും നേരം ഞാൻ പാടുമേ മോദമോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Raise your voice, hallelujah. എല്ലാ പ്രശംസയും എല്ലാ പ്രശംസയും എല്ലാ പുകഴ്ചയും യേശുവിന്, എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും രാജാവിന്. ക്രൂശിൽ മരിച്ചവൻ ആരാധ്യനായവൻ ദൈവപുത്രൻ, വീണ്ടും വരും അവൻ രാജാതിരാജനായി വാഴുമവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ, പിൻഗമിക്കും നായകനെ ഞാൻ പിന്മാറാതെ. എന്നിൽ കനിഞ്ഞവൻ, എന്നിൽ കനിഞ്ഞവനെ കാണും നേരം പാടുമേ മോദമോടെ. സ്വർഗീയ ദൂതരും ഈ ഭൂവിലേവരും പാടിടുമേ, എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും യേശുവിനെ. മൃത്യുഞ്ജയാനവൻ ആരാധ്യനായവൻ ദൈവപുത്രൻ, വീണ്ടും വരും അവൻ രാജാതിരാജനായി വാഴുമവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ,
എന്നെ മെനഞ്ഞവനെ കാണും നേരം ഞാൻ പാടുമേ മോദമോടെ. ഓ ഹല്ലേലൂയ. എല്ലാ പ്രശംസയും എല്ലാ പുകഴ്ചയും യേശുവിന്, എല്ലാ സ്തുതികളും എല്ലാ മഹത്വവും രാജാവിന്. ക്രൂശിൽ മരിച്ചവൻ ആരാധ്യനായവൻ ദൈവപുത്രൻ, വീണ്ടും വരും അവൻ രാജാധിരാജൻ വാഴും അവൻ. ആരാധിക്കും യേശുവിനെ ഞാൻ അന്ത്യം വരെ. പിൻഗമിക്കും നായകനെ ഞാൻ പിന്മാറാതെ. എന്നിൽ കനിഞ്ഞവനെ കാണും നേരം ഞാൻ പാടുമേ മോദമോടെ. Come on, shout his praise. Oh, hallelujah. വാഴ്ത്തുന്നേ എന്റെ യേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദി. വാഴ്ത്തുന്നേ എന്റെ യേശുരാജനെ. Come on, sing it with me. വാഴ്ത്തുന്നേ എന്റെ യേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദി. വാഴ്ത്തുന്നേ എന്റെ യേശുരാജനെ. എൻ പാപം പേറി വൻ ക്രൂശിലേറി, എൻ പാപം പേറി വൻ ക്രൂശിലേറി. എൻ പാപം തീർത്തു നീ നിൻ ശാപമൃത്യുവാൻ, എൻ പാപം തീർത്തു നീ നിൻ ശാപമൃത്യുവാൻ. എന്നെ വീണ്ടെടുത്ത ദൈവസ്നേഹമേ, എൻ ദൈവസ്നേഹമേ, എന്നെ വീണ്ടെടുത്ത ദൈവസ്നേഹമേ, ഓ ദൈവസ്നേഹമേ. സ്വന്തമാക്കിയ നിൻ സ്നേഹമോർത്തു ഞാൻ പാടും ജീവനാളെല്ലാം. സ്വന്തമാക്കിയ നിൻ സ്നേഹമോർത്തു ഞാൻ പാടും ജീവനാളെല്ലാം. വാഴ്ത്തുന്നേ യേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദി. വാഴ്ത്തുന്നേ എന്റെ യേശുരാജനെ. സ്വർഗീയനോട് എന്നെ ഇണയ്ക്കയും, സ്വർഗീയനോട് എന്നെ ഇണയ്ക്കയും, ജീവൻ മൂലമായി തൻ പുത്രനാക്കിയും, നിൻ ജീവൻ മൂലമായി തൻ പുത്രനാക്കിയും. നീ എൻ ജ്ഞാനം നീതിശുദ്ധിയും ദിവ്യ സമാധാനവും, നീ എൻ ജ്ഞാനം നീതിശുദ്ധിയും ദിവ്യ സമാധാനവും. വീണ്ടെടുപ്പുമായതോർത്തു നന്ദിയാ സ്തുതി പാടും നന്ദിയാ. വീണ്ടെടുപ്പുമായതോർത്തു നന്ദിയാ സ്തുതി പാടും. വാഴ്ത്തുന്നേ എന്റെ യേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദി. വാഴ്ത്തുന്നേ എന്റെ യേശുരാജനെ. വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ എന്റെ യേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദി. വാഴ്ത്തുന്നേ എന്റെ യേശുരാജനെ. എന്നുള്ളമാകവേ പ്രിയനോട് ചേരുവാൻ
എന്നുള്ളമാകവേ പ്രിയനോട് ചേരുവാൻ കൊതിച്ചിടും അധികമായി പൊന്മുഖം കാണുവാൻ കൊതിച്ചിടും അധികമായി പൊന്മുഖം കാണുവാൻ. എന്നെൻ കണ്ണുനീരകന്നു വാഴും ഞാൻ പിന്നിലങ്ങു വാഴും ഞാൻ. എന്നെൻ കണ്ണുനീരകന്നു വാഴും ഞാൻ പിന്നിലങ്ങു വാഴും ഞാൻ. ആ സ്വർഗീയ ദിനമെന്നു കാണും ഞാൻ നാഥ എന്നു കാണും ഞാൻ. ആ സ്വർഗീയ ദിനമെന്നു കാണും ഞാൻ നാഥ എന്നു കാണും ഞാൻ. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദി. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ ചേർന്ന് വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ എൻ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദി. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദി. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്തു നന്ദി. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ. ഹല്ലേലൂയ ആമേൻ. ആ നല്ല കർത്താവിനെ ഒരിക്കൽ കൂടി ചേർന്ന് വാഴ്ത്തുവാൻ അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഈ നല്ല ഭാഗ്യത്തിനായി അവൻ നമ്മെ ബലപ്പെടുത്തിയതിനായി ഞാൻ കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവിനെ പാടി സ്തുതിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ അവൻ നമുക്ക് ചെയ്തത് എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞ് അവനെ സ്തുതിക്കുമ്പോൾ ആ ആരാധന വ്യത്യസ്തമാണ്. ആമേൻ. നമുക്കെല്ലാം അറിയാം, ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ആരാധനയിൽ നിന്ന് ഉയരുന്ന ഒരു സൗരഭ്യവാസനയുണ്ട്. അത് സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്നതാണ്, അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ജനം യാഗം കഴിക്കുമ്പോൾ ആ യാഗപീഠത്തിൽ നിന്ന് ഉയരുന്ന ആ സൗരഭ്യവാസന മണത്തിട്ട് നോഹയുടെ കാലത്ത് നാം വായിക്കുന്നു, ദൈവം ഇറങ്ങി വന്നു, നോഹയിൽ ദൈവം പ്രസാദിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നാം പാടിക്കൊണ്ടിരിക്കുമ്പോൾ, നാം ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആരാധനയിൽ നിന്ന് ഉയരുന്ന സൗരഭ്യവാസന അത് സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. ദൈവം നമ്മിൽ പ്രസാദിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ നല്ല കർത്താവിനെ ഒരു നിമിഷം കൂടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കൊന്ന് സ്തുതിക്കാമോ? ജീസസ്, ഓ ഹല്ലേലൂയ, ജീസസ്. അല്പസമയം നന്ദിയോടെ അവൻ ചെയ്ത ഉപകാരങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ, ജീസസ്. നിൻ സ്നേഹം മാധുര്യം അത് ആവർണ്ണനീയം, പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയോ. നിൻ സ്നേഹം മാധുര്യം അത് ആവർണ്ണനീയം, പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയോ. കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, 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 വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ. യേശുവേ, നിന്റെ സ്നേഹം, നിൻ സ്നേഹം മാധുര്യം അത് ആവർണ്ണനീയം, പാപമരണമേറ്റെന്നിൽ പുതുജീവൻ നൽകിയോ. നിൻ സ്നേഹം മാധുര്യം അത് ആവർണ്ണനീയം, പാപമരണമേറ്റെന്നിൽ പുതുജീവൻ
ഇന്ന് പകലും അങ്ങ് നിറയ്ക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറച്ചതിനായി നന്ദി. ഓ വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ. ചേർന്ന് വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ, യേശുവേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ, ഓ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. എത്ര പേർക്ക് പറയാൻ കഴിയും തകർന്നു പോയ നിമിഷങ്ങളിലും തൻ്റെ സ്നേഹം പകർന്ന് അവൻ നമ്മെ പണിതെടുത്ത ആ ദൈവത്തിൻ്റെ വലിയ പദ്ധതി ഓർത്ത്, ആ വലിയ പ്രവൃത്തി ഓർത്ത് എത്ര പേർ നന്ദി പറയും? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ജീവിതം മടുത്തുപോയവർ പലപ്പോഴും ഇതിനകത്ത് എന്നെ കേൾക്കുന്നുണ്ടാവും. എന്നാൽ ഇന്ന് രാത്രിയും ജീവനോടെ നാം ഇരിക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഈ ലോകത്ത് മറ്റു പലർക്കും നമ്മെ വേണ്ട എന്ന് തോന്നിയപ്പോഴും നമ്മെ കളയാൻ ആഗ്രഹമില്ലാത്ത ഒരുവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ തൻ്റെ ജീവനെ നൽകി നമ്മെ വീണ്ടെടുത്തത് എന്തിനാണെന്നറിയാമോ? അവനോട് കൂടെ നമ്മെയും ആമേൻ ഹല്ലേലൂയ ചേർക്കുവാനാണ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ എൻ്റെ ജീവന് വില കൽപ്പിക്കുന്ന ഒരുവനുണ്ട്. അവന്റെ പേരത്ര യേശു ക്രിസ്തു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ പുത്രനെ നൽകുവാൻ പിതാവാം ദൈവത്തിന് തോന്നിയ വലിയ സ്നേഹത്തിന്റെ ആഴം ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ ആ നല്ല കർത്താവിനെ വാഴ്ത്തട്ടെ. വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. We love you God Jesus. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ, ഉടഞ്ഞു പോയ പാത്രമാണ് ഉപയോഗമറ്റിരുന്നു, ഒന്നിനും ഉതകാതെ തള്ളപ്പെട്ടു കിടന്നിരുന്നു. ഉടഞ്ഞു പോയ പാത്രമാണ് ഉപയോഗമറ്റിരുന്നു, ഒന്നിനും ഉതകാതെ തള്ളപ്പെട്ടു കിടന്നിരുന്നു. കുശവനെ നിൻ കാരം നീട്ടി എന്നെ മെനഞ്ഞല്ലോ, വീണുപോയ ഇടങ്ങളിലെല്ലാം
ഉയർത്തുമോ? ആ നാമത്തെ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഓ യേശു മാത്രം, നീ മാത്രം, യേശു മാത്രം, യേശു മാത്രം, സ്തുതികൾക്കു യോഗ്യൻ. വേറെ ആരും വേറെയൊന്നും എന്റെ പ്രിയനെ പോയോഗ്യമല്ലേ. യേശു മാത്രം, യേശു മാത്രം, സ്തുതികൾക്കു യോഗ്യൻ. വേറെ ആരും വേറെയൊന്നും എന്റെ പ്രിയനെ പോയോഗ്യമല്ലേ. യേശുവേ പോലെ ആരുമില്ല. Come on, sing it. എന്റെ പ്രിയനെ പോലെ. അവന്റെ സൗന്ദര്യം ദർശിക്കുന്നവർ 10,000-ങ്ങളിൽ സുന്ദരനെ. യേശുവേ പോലെ ആരുമില്ല, എന്റെ പ്രിയനെ പോലെ ആരുമില്ല. ഹല്ലേലൂയ, 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 ഓ ഹല്ലേലൂയ. എന്റെ യേശുവിന് മഹത്വം, എന്റെ പ്രാണപ്രിയന് വന്ദനം. എന്റെ യേശുവിന് മഹത്വം, എന്റെ പ്രാണപ്രിയന് വന്ദനം. നമ്മുടെ കർത്താവിന് നന്ദിയോടെ എന്റെ യേശുവിന്, എന്റെ യേശുവിന് മഹത്വം, എന്റെ പ്രാണപ്രിയന് വന്ദനം. We worship you, God. എന്റെ യേശു, എന്റെ യേശുവിന് മഹത്വം, എന്റെ പ്രാണപ്രിയന് വന്ദനം. യേശു മാത്രം, യേശു മാത്രം, സ്തുതികൾക്കു യോഗ്യൻ. വേറെ ആരും വേറെയൊന്നും എന്റെ പ്രിയനെ പോയോഗ്യമല്ലേ. യേശുവെ പോലെ, യേശുവെ പോലെ ആരുമില്ല, എന്റെ പ്രിയനെ പോലെ, എന്റെ പ്രിയനെ പോലെ ആരുമില്ല. യേശുവെ പോലെ ആരുമില്ല, എന്റെ പ്രിയനെ പോലെ ആരുമില്ല. യേശുവെ പോലെ ആരുമില്ല, എന്റെ പ്രിയനെ പോലെ. വരികൾ ഒരിക്കൽ കൂടി ഒന്ന് പാടുമോ? എന്റെ യേശു, യേശുവെ പോലെ ആരുമില്ല, എന്റെ പ്രിയനെ പോലെ ആരുമില്ല. Jesus, Jesus, we worship
worship you, God. Amen. ഈ കർത്താവിനെ പാടുവാൻ ഒരിക്കൽ കൂടി അവൻ നമുക്ക് നൽകിയ ആ വലിയ ഭാഗ്യത്തിന് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ ആരാധന അത് ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണ്. മേക്ക് ഷുവർ ദാറ്റ് ഗോഡ് ഈസ് പ്ലീസ്ഡ് ഇൻ യുവർ വർഷിപ്പ്. നിങ്ങൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ ആര് നിങ്ങളുടെ കൂടെ ഉണ്ട് ഇല്ല, ഏത് സാഹചര്യത്തിൽ നിങ്ങളായിരിക്കുന്നു എന്നുള്ളതല്ല വിഷയം. പക്ഷേ നിങ്ങളുടെ ആരാധന ദൈവത്തെ സന്തോഷിപ്പിക്കുന്നു എന്ന ഉറപ്പ് വരുത്തുക. ഞാൻ വിശ്വസിക്കുന്നു നാം ആരാധിക്കുമ്പോൾ അങ്ങ് ദൂരെ ഇരുന്ന് അതിനെ സ്വീകരിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് നാം ആരാധിക്കുമ്പോൾ നമ്മുടെ മധ്യേ ഇറങ്ങി വന്ന് നമ്മുടെ ആരാധനകളെ, സ്തുതികളെ, നാം കൊടുക്കുന്ന മഹത്വത്തെയും പുകഴ്ചയെയും സ്വീകരിക്കുന്ന ഒരു ദൈവം. ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഒരുപക്ഷെ ചെറുപ്പത്തിൽ സ്കൂളിൽ മുതൽ നിങ്ങൾ കേൾക്കുന്ന ടീച്ചേഴ്സൊക്കെ ഒത്തിരി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, വലുതാവുമ്പോൾ ആരായി മാറണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം. ഒരുപാട് മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. എന്നെ കാണുന്ന ചിലർ കുഞ്ഞനാൾ മുതൽ നിങ്ങൾ കാത്തു സൂക്ഷിച്ച മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹത്തിലേക്ക് ചിറക് വിരിച്ച് പറന്ന് ഉയരുന്ന ചില നിമിഷങ്ങളാണ്. ചിലർ അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിലർ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ അതിലേക്ക് എത്തിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. എന്നാൽ ഞാൻ പറയാൻ വന്നത് മറ്റൊരു കാര്യമാണ്. ഈ ലോകത്തിൽ നിങ്ങളൊരു എഞ്ചിനീയർ ആയാലും, നിങ്ങളൊരു ഡോക്ടർ ആയാലും, നിങ്ങളൊരു ടീച്ചർ ആയാലും, ഈ ലോകത്തിൽ ഏത് പ്രൊഫഷണൽ ആയി മാറിയാലും ഒരു ദൈവ പൈതലിന് ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കടമയുണ്ട്. മറ്റൊന്നുമല്ല, നാം അറിഞ്ഞ സത്യത്തെ, നാം അനുഭവിച്ച യേശുവിനെ നമ്മുടെ സഹോദരങ്ങൾക്ക്, സ്നേഹിതർക്ക് പങ്കുവെക്കുക എന്ന വലിയൊരു ദൗത്യം, ഒരു കടമ, ഒരു ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഒരുപക്ഷെ അങ്ങനെയുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥനകളെ ദൈവം കേൾക്കും. എന്നാൽ അങ്ങനെ പ്രാർത്ഥിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സ്നേഹിതരോട്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് നിങ്ങൾ യേശുവിനെ കുറിച്ച് പങ്കുവെക്കണം. എൻ്റെ കർത്താവിന് ജാതി വിഷയമല്ല, മതം വിഷയമല്ല, നിറം വിഷയമല്ല, സാഹചര്യങ്ങളൊന്നും വിഷയമല്ല. അവൻ്റെ സന്നിധിയിൽ വരുന്ന ആരെയും, അവനെ കൈക്കൊള്ളുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഒരു വലിയ ദൗത്യം നമ്മുടെ മേൽ കിടക്കുമ്പോൾ നമ്മെ അതിനുവേണ്ടി കർത്താവ് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിച്ച് നാം പോകുന്ന ഇടങ്ങളിൽ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ ദൈവം നമ്മെ ബലപ്പെടുത്തേണ്ടതിന് ഒരു വലിയ കൃപ എൻ്റെ മേൽ പകരണമേ യേശുവേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? നമ്മുടെ പാട്ടുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ സംസാരങ്ങളെല്ലാം കർത്താവായ യേശുവിനെ ഉയർത്തുന്നതാകട്ടെ. അങ്ങനെയെങ്കിൽ ചേർന്ന് നമുക്കൊരുങ്ങാം. കർത്താവിനെ ഈ ലോകത്തിന് നമുക്ക് നൽകാം, യേശുവിനെ നമുക്ക് കൊടുക്കാം. ദൈവം നമ്മെ അതിനുവേണ്ടി സഹായിക്കട്ടെ. നാദമുയരുന്നിതാ, ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വത്തിൻ്റെ രാജൻ എഴുന്നള്ളുന്നു, കൊയ്ത്തിൻ്റെ അധിപനവൻ. നാദമുയരുന്നിതാ, ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വത്തിൻ്റെ രാജൻ എഴുന്നള്ളുന്നു, കൊയ്ത്തിൻ്റെ അധിപനവൻ. പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിയിടാൻ വൻ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ
നരകത്തിലേക്ക് ഒഴുകുന്നു ആയിരങ്ങൾ. മനുവേലാത്തൻ മഹാസ്നേഹം അറിയാതെ നശിച്ചിരുന്നു. ദിനവും നിത്യ നരകത്തിലേക്ക് ഒഴുകുന്നു ആയിരങ്ങൾ. മനുവേലാത്തൻ മഹാസ്നേഹം അറിയാതെ നശിച്ചിടുന്നു. പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിയിടാം ഈ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിയിടാം ഈ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. ഇരുളേറുന്നു പാരിടത്തിൽ ഇല്ലിനി നാളധികം, ഇത്തിരി വെട്ടം പകർന്നിടാൻ ഇതാ ഞാൻ അയക്കണമേ. ചേർന്ന് പാടുമോ? ഇരുളേറുന്നു പാരിടത്തിൽ ഇല്ലിനി നാളധികം, ഇത്തിരി വെട്ടം പകർന്നിടാൻ ഇതാ ഞാൻ അയക്കണമേ. പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിയിടാം ഈ ലോകത്തേക്കാൾ വിലയേറും ആത്മാക്കളെ. പോയിടാം വൻ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിയിടാം ഈ ലോകത്തേക്കാൾ വിലയേറും ആത്മാക്കളെ. നേടിയിടാം ഈ ലോകത്തേക്കാൾ വിലയേറും ആത്മാക്കളെ. നേടിയിടാം ഈ ലോകത്തേക്കാൾ വിലയേറും ആത്മാക്കളെ. ഹല്ലേലൂയ. നാം പാടിയതുപോലെ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മെ ലോകത്തിന്റെ വെളിച്ചമാക്കി തീർത്ത ആ നല്ല കർത്താവിൻ്റെ സ്നേഹം അറിയിക്കാൻ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ പാപത്തിന്റെ അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന അനേകർക്ക് സത്യദൈവത്തിലേക്കുള്ള വെളിച്ചമായി മാറുവാൻ, വഴികാട്ടികളായി തീരുവാൻ എന്നെ ഉപയോഗിക്കണമേ കർത്താവേ എന്ന് എത്ര പേര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കും. നാം പാടിയതുപോലെ ഈ ലോകത്തേക്കാൾ ഒരുവന്റെ ആത്മാവിന് വില കൽപ്പിക്കുന്ന സ്വർഗം, നാം അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പ്രതിഫലം ലഭിക്കേണ്ടത് ഒരാത്മാവിനെ നേടിയതിനാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ജീവിതത്തിൽ നാം അറിഞ്ഞ സത്യത്തെ നിസ്സംശയം ആർക്കും പരിചയപ്പെടുത്താൻ കഴിയുന്ന ഒരനുഗ്രഹീതനായ, നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ രക്ഷിച്ച, നമ്മെ വിടുവിച്ച, ഈ ലോകത്തിൽ മറ്റാരേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന ആ നല്ല കർത്താവിനെ പരിചയപ്പെടുത്തുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കും. ഒരുപക്ഷെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടാകാം, എന്നാൽ പലപ്പോഴും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ അതിന് ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകം കർത്താവിനെ അറിയുവാൻ, ഈ അന്ത്യനാളുകളിൽ അനേകരെ ക്രിസ്തുവിലേക്ക് നയിപ്പാൻ ദൈവം ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് എത്ര പേർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങൾ പാടിയതുപോലെ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. എന്നാൽ ഈ അന്ത്യകാലത്ത് അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാക്കുകളല്ല, ഞങ്ങൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളങ്ങളോട് ഇടപെട്ടിട്ട് അവരിൽ പാപബോധം ഉളവാകുവാൻ, അവർ രക്ഷയിലേക്ക് തിരിയുവാൻ ദൈവത്തോട് ഇടവരുത്തണമേ. അതിനുള്ള സാഹചര്യങ്ങളെ ദൈവം ഞങ്ങൾക്ക് നൽകണമേ. സുവിശേഷം പ്രഘോഷിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ അതിനായി ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു. അതിനുള്ള അഭിഷേകത്താൽ ഞങ്ങളെ ദൈവം നിറച്ചാട്ട്. സകലമാന മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.